നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടത് വീടിനകത്ത് പോലീസിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകുന്നതാണ്. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി ചിതയിലേക്ക് വെക്കുന്ന സമയത്ത് ചിതയുടെ മുന്നിലും അതിൻ്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന് സേനാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് നമ്മളീ കാണുന്ന ചിത കത്തുന്ന സ്ഥലം, അതിന് തയ്യാറാക്കിയ സ്ഥലം, അവിടെയും അതിൻ്റെ രണ്ടാം ഘട്ടം ഉണ്ടാകും. അങ്ങനെ 2 ഘട്ടങ്ങളായാണ് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അതിന് വീടിനകത്തുള്ള ആദ്യഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ചില ചടങ്ങുകൾ വീടിനകത്ത് ചില കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠമുണ്ട്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കിടത്തും. അവിടെ അതിന് ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി പി പ്രസാദ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സത്യൻ അന്തിക്കാടിനെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ഈ വിവരം അറിഞ്ഞതു മുതൽ ഒരുപക്ഷെ ഏറ്റവും അധികം വേദനയോടുകൂടി ശ്രീനിവാസനെ പറ്റി ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് സത്യൻ അന്തിക്കാട്. സത്യൻ അന്തിക്കാട് ഇന്ന് രാവിലെ വിറയാർന്ന സ്വരത്തിലാണ് ഇന്ന് രാവിലെയും മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചത്. അദ്ദേഹം അവിടെ ഇന്ന് രാവിലെയും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലെ സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാരെന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾ. അവരിന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്, ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ, ഈ കണ്ടനാട് എന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീനിവാസൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ ഏതാണ്ട് ഒട്ടുമിക്ക സാംസ്കാരിക, കാർഷിക, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ചുക്കാൻ അതിൻ്റെ കടിഞ്ഞാണങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നേതാവ് എന്ന നിലയിലൊന്നുമല്ല, പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു വീട്ടുകാരനെ പോലെ, ഒരു നാട്ടുകാരൻ, ഒരു കാര്യകർത്താവിനെ പോലെ ഇടപെട്ട് എല്ലാത്തിനും നേതൃത്വം നൽകുകയും അവരെ സംഘടിപ്പിക്കുകയും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാളുടെ ഇടപെടൽ ആ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റമാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെ നോക്കിയാൽ കണ്ടനാട്ടെ ഈ ജനങ്ങളുടെ ജീവിതത്തിൽ ശ്രീനിവാസൻ വളരെ പോസിറ്റീവായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാർഷിക വൃത്തിയിലും ജൈവ കൃഷിയിലും അത് മാർക്കറ്റ് ചെയ്യുന്നതിലും ഒക്കെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ വലിയ തോതിൽ ഫലം കാണുകയും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് മാതൃകയാക്കുകയും ചെയ്തു. ഇന്നലെ ടി.എൻ. പ്രതാപൻ പറഞ്ഞതുപോലെ ഈ ഹരിത സമൃദ്ധി എന്ന പദ്ധതി ശ്രീനിവാസൻ ഈ നാട്ടിൽ നടപ്പാക്കി, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് നടപ്പാക്കി. ടി.എൻ. പ്രതാപനൊക്കെ നാട്ടികയിലും ഒക്കെ അടാട്ടുമൊക്കെ അത് നടപ്പാക്കാൻ മുൻകൈ എടുത്തു. അങ്ങനെ പല ജില്ലകളിലും ഈ ശ്രീനിവാസൻ കൊണ്ടുവന്ന ഈ കാർഷിക പരിഷ്കരണം പുതിയ പരീക്ഷണമായി നടപ്പാക്കുകയും ചെയ്തിട്ടു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആകാൻ കേരളം ആകെ ഇത് പ്രചരിപ്പിക്കാൻ തയ്യാറാണ്, സർക്കാർ എനിക്ക് അതിന് വേണ്ടുന്ന ഒരു അനുമതി നൽകിയാൽ മതി എന്ന് പറഞ്ഞതാണ്. ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ വീടിന് മുന്നിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ഏതാണ്ട് ഒരു 10 മണിയോടെ ആ റോഡങ്ങ് ബ്ലോക്ക് ചെയ്യാമെന്നാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് സാധ്യമാകുമോ എന്നറിയില്ല. ഈ ശ്രീനിയേട്ടൻ എന്ന് പറയുന്ന ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ കാണാൻ അവിടേക്ക് എത്തുന്നവരെയൊക്കെ നിരാശരാക്കാൻ എന്തായാലും കഴിയില്ല. അവർക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കാണാൻ ഒരവസരം എന്തായാലും ഉണ്ടാകും. അത് കുറച്ച് സമയം ആ വീടിന് മുന്നിലേക്ക് ആ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് വീണ്ടും കാണാൻ കഴിയും. പി.സി. തോമസ്, മുൻ കേന്ദ്രമന്ത്രി, മുൻ എം.പി, അദ്ദേഹത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അദ്ദേഹം അവിടെ വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ജോസഫ് പുതുശ്ശേരി, മുൻ എം.എൽ.എ, അദ്ദേഹത്തെ നമ്മൾ കണ്ടു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൊതുപ്രവർത്തകർ ശ്രീനിവാസനോട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചും കലഹിച്ചും കഴിഞ്ഞിട്ടുള്ളത് പൊതുപ്രവർത്തകരാണെന്ന് തോന്നുന്നു. ശ്രീനിവാസൻ്റെ അഭിപ്രായത്തോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവുക. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കുന്നവർ അടുത്ത മിനിറ്റിൽ അദ്ദേഹത്തോട് എതിർക്കും. പക്ഷേ അവസാനം വലിയൊരു ചിരിയിൽ ശ്രീനിവാസൻ അവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാക്കുകയും ചെയ്യും എന്ന് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. പല ചർച്ചകളിലും സംവാദ പരിപാടികളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അഭിപ്രായം പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയും. ഇതിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയനുമായി അദ്ദേഹം നടത്തിയ ആ സംഭാഷണത്തിലും യോജിപ്പും വിയോജിപ്പും ഒക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതിലെ പല ഭാഗങ്ങളിലും ട്രെൻഡിങ് ആയി ഈ ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ അത് സജീവ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ നിലയിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പൊതുപ്രവർത്തകരുമായും വലിയ ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന ദാസനും വിജയനും സിനിമയ്ക്കകത്തും പുറത്തും കലഹിച്ചു എന്ന് മോഹൻലാൽ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകരുടെ കാര്യത്തിലും ഈ ദാസനും വിജയനും ബന്ധമുണ്ട്. എല്ലാവരോടും സ്നേഹമുണ്ട്. ഒരേ സമയം ഇഷ്ടപ്പെടുകയും കലഹിക്കേണ്ടടുത്ത് കലഹിക്കുകയും അഭിപ്രായം പറയേണ്ടടുത്ത് അത് പറയുകയും ഒക്കെ ചെയ്താണ് ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അത്. നടൻ ദിലീപ് വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ടൗൺ ഹാളിൽ ദിലീപ് ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും കണ്ടനാട്ടെ വീട്ടിൽ
വീട്ടിലെത്തിയിരിക്കുകയാണ്. രഞ്ജി പണിക്കർ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിലെ ഒരു കാരണവരെ പോലെ ഇന്നലെ രാവിലെ നമ്മൾ എത്തിയപ്പോൾ നമ്മളോട് സംസ്കാര ചടങ്ങിൻ്റെ കാര്യങ്ങളും പൊതുദർശനത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് രഞ്ജി പണിക്കരായിരുന്നു. ഈ ടൗൺ ഹാളിലെ പൊതുദർശനം നിങ്ങൾ എല്ലാവരെയും ഒന്ന് അറിയിക്കണം, എന്നാലേ അവിടേക്ക് ആളുകൾ എത്തും, അല്ലെങ്കിൽ അവിടെ ആളുകൾ വരുന്നത് വരാതിരുന്നാൽ അവർക്ക് മുഴുവൻ ഇവിടേക്ക് എത്തും, ഇവിടെ തിരക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും, അതുകൊണ്ട് അക്കാര്യം ഒന്ന് കാര്യമായി നിങ്ങൾ നൽകണമെന്ന് രഞ്ജി പണിക്കരാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് ഇന്നലെ ഫലം കണ്ടു. വലിയ തോതിൽ ആളുകൾ ആ ടൗൺ ഹാളിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ തിരക്ക് ഇവിടെ കുറയുമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ നാട്ടുകാരുണ്ട്, അവരെ ഒന്നും നിരാശരാക്കാൻ കഴിയില്ല. അവരുടെ നീണ്ട നിര അവിടെ നമ്മൾ കാണാം. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് രാജു പി നായരും ഇന്നലെ രഞ്ജി പണിക്കരെ പോലെ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാജു പി നായരുണ്ടായിരുന്നു. അത് ഈ കണ്ടനാട്, തൃപ്പൂണിത്തുറ, ഉദയംപേരൂർ ഈ മേഖലയിൽ ശ്രീനിവാസൻ ഇങ്ങനെ വ്യാപകമായി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഈ നാട്ടിലെ ഒരു സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നൊക്കെ നമ്മൾ തമാശ രൂപേണ പറയുന്നത് പോലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളായി ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ പൊതുപരിപാടികളും പാട്യം ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാൾ പറയുന്നു, പാട്യത്തൊരു ഉണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ ചുമതലക്കാരനായാണ് ശ്രീനിവാസൻ അവിടെ കാര്യങ്ങൾ ഏറ്റെടുത്ത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്തെത്തി ഒരു കാര്യം അങ്ങ് ഏറ്റെടുത്താൽ പിന്നെ അതിൻ്റെ ആദ്യന്തം ശ്രീനിവാസൻ അതിൻ്റെ മുഴുവൻ ചുമതലക്കാരനായി അങ്ങ് ഇറങ്ങുകയാണ്, ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അതിൻ്റെയൊക്കെ ഒരു അമരക്കാരനായി, ചുമതലക്കാരനായി, എന്നാൽ ഒരു നേതാവെന്ന ഒരു തരത്തിലും അദ്ദേഹത്തെ ആരും കണക്കിലെടുക്കില്ല. അവരുടെ ഒരു ശ്രീനിയേട്ടൻ, ഒരു വലിയ ഏട്ടൻ എന്ന നിലയിൽ മാത്രമേ അവരെ കാണുകയും ചെയ്യുള്ളൂ. അവിടെ ശ്രീമൂലനഗരം മോഹൻ ഉണ്ട്. ശ്രീനിവാസനുമായി വളരെ അടുപ്പമുള്ള ഒരു നാടക അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകനാണ് ശ്രീമൂലനഗരം മോഹനേട്ടൻ. രാവിലെ ശ്രീനിവാസനുമായുള്ള പഴയകാല ഓർമ്മകളൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രീനിവാസൻ്റെ സമകാലികരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ എന്നൊക്കെ പറയാവുന്നവരും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വിപുലമായ സൗഹൃദ വൃന്ദം. എനിക്ക് തോന്നുന്നു ഈ സൗഹൃദത്തിൽ യാതൊരു തരത്തിലുള്ള കലർപ്പും ഇല്ലാതെ അതിനെ ആസ്വദിച്ച, അതിൽ ഇടപെട്ട ഒരാൾ കൂടിയാണ്, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ് ശ്രീനിവാസൻ എന്ന് തോന്നുന്നു. അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ മരണ ദിവസം, അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞതു മുതൽ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ശിഷ്യർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നവർ, കുഞ്ഞനുജന്മാരുടെ പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ശ്രീനിവാസൻ സാർ എന്നാരെങ്കിലും വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ശ്രീനിയേട്ടൻ എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. അതൊരു അടുപ്പത്തിൻ്റെ കൂടി സൂചനയാണ്. ശ്രീനിയേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ അവരെങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ആ അടുപ്പം അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ അടുപ്പം ഫീൽ ചെയ്യത്തക്ക തരത്തിൽ ഒരു അകലവുമില്ലാതെ എല്ലാ തരത്തിലുള്ള തലമുറകളിലുള്ള ആളുകളുമായും സംവദിച്ചു. എല്ലാ ജനവിഭാഗങ്ങളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. എല്ലാത്തരം ആളുകളെയും ഒരേപോലെ പരിഗണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത, ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും തലക്കനം എന്നത് ഒട്ടുമില്ലാത്ത ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നായക കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. സിനിമയിലൂടെ ആ നിലയിൽ അത്തരം നായകരെ നമുക്ക് അമാനുഷികരല്ലാത്ത അങ്ങേയറ്റം മാനുഷിക ഭാവങ്ങളുള്ള, നമ്മളുടെ ചുറ്റുപാടിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മളോടൊപ്പം ചാരുബെഞ്ചിലിരുന്ന് ചായ കുടിക്കുന്ന ചായക്കടയിലെ ചേട്ടൻ മുതൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള അടുപ്പം സിനിമാ കഥാപാത്രങ്ങളിലൂടെ ശ്രീനിയേട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളൊക്കെ ആണെങ്കിലും ഒട്ടും സിനിമാറ്റിക് ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും അദ്ദേഹത്തിൻ്റെ കഥകളും ഒട്ടും സിനിമാറ്റിക് ആയിരുന്നു. അതിലൊക്കെ ജീവിതമായിരുന്നു, പച്ചയായ മനുഷ്യ ജീവിതങ്ങളായിരുന്നു. അതിലെ ഭൂമിശാസ്ത്രം മാറും, ഗ്രാമീണ കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ അത്തരം കാഴ്ചകളൊക്കെ മാറുമെങ്കിലും അത് അങ്ങേയറ്റം ജൈവികമായ ആത്മാവുള്ള കഥാപാത്രങ്ങളും അത്തരം ജൈവികമായ അനുഭവങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചതായിരുന്നു ശ്രീനിവാസൻ ചിത്രങ്ങളുടെ ഒരു മുഖമുദ്ര. അത് ശ്രീനിവാസൻ ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക്, അദ്ദേഹം നമ്മളുടെ ഭൗതിക സാന്നിധ്യം ഇല്ലാത്ത ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ശ്രീനിവാസൻ ടച്ച് നമുക്ക് അനുഭവവേദ്യമാക്കിയ ചിത്രങ്ങൾ ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.